ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അതിന് ഞാൻ 500 ml പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടാകുമ്പം നമുക്കൊരു സ്പൂണ്, 1-2 സ്പൂണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണ്ടിക്കോ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ എന്നും ഗോതമ്പ് പൊടിയാണ് എടുക്കാറുള്ളത്. ആ ഗോതമ്പ് പൊടി 1 ടേബിൾ സ്പൂൺ നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് പാലും ഗോതമ്പ് പൊടിയും നല്ലപോലെ ഇളക്കിയെടുക്കുക. കട്ട കെട്ടാതെ നമുക്ക് പാലിലേക്ക് ഒഴിക്കണം. അത് നല്ലപോലെ നമുക്ക് ഇളക്കി അതിലേക്ക് ഒഴിക്കാം. ഇനി വേണ്ടത് നമുക്ക് പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അത് രണ്ടും കൂടെ നല്ലപോലെ നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കും. കുറുകി വരുന്നുണ്ട്, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി തണിയാൻ വെക്കാം. ഇത് തണിഞ്ഞതിന് ശേഷമുള്ളതാണിത്. അതിലും നല്ലപോലെ തിക്കായിട്ട് ഇതിപ്പം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. പിന്നെ ഞാൻ കളറും ചേർക്കുന്നുണ്ട്. അതൊരു നുള്ള് കളറ്, ഫുഡ് കളറാണ്. ഒരു ഓറഞ്ച് ഫുഡ് കളർ ഒരു നുള്ള് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ കപ്പുകളുണ്ട്, അതിലേക്കാണ് ഞാൻ ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത്. ഇതുപോലെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇത് നമുക്കിനി ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണിത്. ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണിത്. പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുള്ളത്. ആരൂട്ടന് കൊടുത്തു നോക്കട്ടെ. അവൻ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്നും ആക്കിത്തരണം എന്നാണ് പറഞ്ഞത് അവൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.